മറ്റൊരു വാർത്തയിലേക്ക്. കൊല്ലത്ത് പരസ്യ മദ്യപാനം ചോദ്യം ചെയ്തതിന് പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചു. പള്ളിത്തോട്ടം ഗലീലിയോ കോളനിക്ക് സമീപത്താണ് സംഭവം. പട്രോളിംഗിനെത്തിയ ഗ്രേഡ് എസ്ഐ രാജീവ്, ASI ശ്രീജിത്ത് എന്നിവരെയാണ് സംഘം ആക്രമിച്ചത്. ആക്രമണത്തിൽ ഗ്രേഡ് എസ്ഐ രാജീവിന് തലയ്ക്ക് പരിക്കേറ്റു. ആക്രമണത്തിൽ KSU നേതാവ് ഉൾപ്പെടെ 4 പേർ പോലീസ് കസ്റ്റഡിയിലാണ്. രക്ഷപ്പെട്ട പ്രതികൾക്കായി പോലീസ് പരിശോധന ഊർജിതമാക്കി. ദിലീപ് ദേവസ്യ നമുക്കൊപ്പം ചേരുകയാണ്. ദിലീപ് ദേവസ്യ, കൊല്ലത്ത് പരസ്യ മദ്യപാനം ചോദ്യം ചെയ്തതിനാണ് ഈ ആക്രമണം ഉണ്ടായത്. ഇപ്പോൾ ഈ ആക്രമിച്ച സംഘത്തിലുള്ള എല്ലാവരെയും പിടികൂടാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. ഈ രക്ഷപ്പെട്ടവർ സ്ഥലം വിട്ടോ? സുജിയ, ഇന്നലെ ഞായറാഴ്ചയായിരുന്നു. പരസ്യമായി ഈ ഞായറാഴ്ച വൈകുന്നേരം യുവാക്കൾ മദ്യപിക്കുന്നു എന്ന വിവരം, അതായത് ഗലീലിയോ കോളനിക്ക് സമീപത്ത് വെച്ച് മദ്യപിക്കുന്ന വിവരം പള്ളിത്തോട്ടം പോലീസിന് ലഭിക്കുകയും ചെയ്തു. ഇതിനെ തുടർന്നാണ് ആ പോലീസ് സംഘം അവിടേക്ക് എത്തുന്നത്. ഗ്രേഡ് എസ്ഐ രാജീവിന്റെ നേതൃത്വത്തിലുള്ള സംഘമായിരുന്നു ആ സ്ഥലത്തെത്തുക. ഈ സമയത്താണ് KSU നേതാവ് ടോജിൻ ഉൾപ്പെടെയുള്ള സംഘം പോലീസുമായി തട്ടിക്കയറുന്നതും കയ്യിൽ കരുതിയ കമ്പിവടി കൊണ്ട് രാജീവിന്റെ തലയ്ക്കടക്കം തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ രാജീവിനെ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് വിധേയമാക്കി. ഈ സമയത്ത് പ്രതികളായ ടോജിനെയും മനു വിമലിനെയും സഞ്ജയെയും മറ്റ് പോലീസുകാർ പിടികൂടുകയും ചെയ്തു. ഒപ്പമുണ്ടായിരുന്ന 2 പ്രതികൾ ഓടി രക്ഷപ്പെട്ടു. ഈ പ്രതികൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കുകയും ചെയ്തു. പക്ഷേ പോലീസ് പറയുന്നത് കഴിഞ്ഞ ദിവസം ഈ പ്രദേശത്ത് ഗലീലിയോ കോളനിക്ക് സമീപത്ത് ലഹരി പരിശോധനയുമായി പോലീസ് പല വീടുകളിൽ കയറി ഇറങ്ങിയിരുന്നു. ഇതിന്റെ വൈരാഗ്യത്തിലാണ് തങ്ങളെ തല്ലിയത് എന്നാണ്. പക്ഷേ പരസ്യ മദ്യപാനം ഈ സമയത്തുണ്ടായിരുന്നു. പക്ഷേ ഇവരെ ആക്രമിക്കണമെന്നുള്ള ലക്ഷ്യം ഈ പ്രതികൾക്കുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം വീടുകളിൽ കയറി പരിശോധന നടത്തിയതിന്റെ ആ ഒരു വൈരാഗ്യ കണക്കിലെടുത്ത് തന്നെയാണ് പോലീസിനെ മർദ്ദിക്കണം എന്നുള്ള ലക്ഷ്യത്തോടുകൂടെ ഇവർ കമ്പിവടി അടക്കം കയ്യിൽ കരുതിയെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഒളിവിലുള്ള പ്രതികൾക്ക് വേണ്ടി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. സുജയ, ശരി. ദിലീപ് ദേവസ്യാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.